ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രികകൽപ്പം, പേജ് 599 38ാമത്തെ ആഞ്ജനേയ മന്ത്രം. ഓം വായുപുത്ര വശു വശു, ഓം ആഞ്ജനേയ വശു വശു സ്വാഹ. അഞ്ജനാദേവി മന്ത്രം. ഓം അഞ്ജനാദേവി വശി, ഓം വായുദേവി വശു വശി സ്വാഹ. ഫലം: മയ്യിൽ ഈ മന്ത്രം ജപിച്ച് നോക്കിയാൽ പാതാളത്തിൽ പോയ കാര്യങ്ങൾ പോലും വ്യക്തമായി കാണാനാകും. 39. മഹാമന്ത്രവശ്യം, ദേവതാവശ്യം. എരുമയുടെ ദേഹത്ത് കടിച്ച അട്ടയെടുത്ത് പാദരസം പൂശി മാമരം ഉളുത്ത പൊടിയെ ചേർത്ത് പനിനീർ ഒഴിച്ച് മൈ പോലെ അരച്ച് മൈച്ചിമിഴിൽ വെച്ച് വാഴപ്പഴം തേങ്ങ വിളക്ക് കൊളുത്തി സാമ്പ്രാണി ധൂപം കാട്ടി വശി വശി ദേവതാവശി എന്ന് 1008 ഉരുജ കൊടുക്കണം. മേൽപ്പറഞ്ഞ മയ്യിൽ ജവാദ് അത്തർ ചേർത്ത് കലക്കി പുരുകത്തിൽ തടവി ആഗ്രഹിച്ച സ്ത്രീയുടെ മുന്നിൽ ചെന്ന് അവിടെ നോക്കി വശി വശി ദേവയായി നാം 7 തവണ ചൊല്ലി നാം മുൻപേ നടക്കുക. സ്ത്രീ പിന്തുടർന്നു വരും. 40. മഹാമന്ത്രവശ്യം, ശിവനമയ. ജവ്വാത് പുനുക് വരുക, ചന്ദനം അത്തർ പനിനീർ മൈ പോലെ അരച്ച് അവൾ നീരിൽ അവൻ്റെ സ്വന്തം വേർപ്പ് കുഴച്ച് ചെമിഴിയിൽ വെച്ച് മല്ലികപ്പൂ അധികമായി വെച്ച് ശിവനമയ എന്ന് 1008 ജപിച്ചാൽ സിദ്ധിയാകും. ഈ മൈ കുറച്ചെടുത്ത് പുരുകത്തിലോ തലയിലോ തടവുക. ഇവളെ കണ്ട ആൾക്കാർ അവളെ വിട്ടുപോവുകയില്ല, ചോദിച്ചെല്ലാം കൊടുക്കും, തനിക്ക് അടിമയാകും. ഈ മൈ കുറച്ചെടുത്ത് കയ്യിൽ തേച്ചും കാലിൽ തടവിയാൽ ആരോടും ചേരാതെ പിരിഞ്ഞു പോകും. ഇതാണ് മറുമരുന്ന്. അമ്മണി കാളിവശം. വെള്ളിയാഴ്ച ഭയഭക്തി വിനയത്തോടെ പൂജ അവസാനിപ്പിച്ച് താഴെ പറയുന്ന മന്ത്രത്തെ 1,08 ജപിക്കണം. ഓം അരികാളി ഒടികാളി ശൂല കപാലകാളി ഭൂമികാളി ഓങ്കാളി മോടികാളി. മന്ത്രം മഹാകാളി. ഓം ആം കോതണ്ഡരൂപി അമ്മണിയും ആളിവാക തേരിടുങ്കാളി ആങ്കാര ഓങ്കാരകാളി വാവ. ജപിച്ചു കഴിഞ്ഞാൽ അമ്മണി ശ്രീ മഹാകാളി ദേവി പ്രസന്നയെ ചോദിക്കുന്ന വരം തന്ന് കടാക്ഷിക്കും. സതിപതി വിരിയ. വേപ്പുമരത്തിലെ കാക്കക്കോട് കഴുതത്തോല് അറുത്ത് പഞ്ചുകെട്ട് നാമ്പ് പന്നിരവും ഭ്രാന്തൻ്റെ നഖം അല്ലെങ്കിൽ ശീല വസ്ത്രത്തിന് ഭാഗം ശലായന വിറക് ഇവയെല്ലാം ശേഖരിച്ച് 3 വഴികളും കൂടി സന്ധിയിൽ അടുപ്പ് കൂട്ടി എല്ലാം കത്തിച്ച് തെക്ക് മുഖമായി നിർവ്വാണത്തോടെ നിന്ന് സാധനങ്ങൾ ചാരമായതിനു ശേഷം ആ ചാരം കൊണ്ട് 6 കോണം എഴുതി താഴെ പറയുന്ന മൂലമന്ത്രം 1008 ജപിക്കണം. എതിരാളികളുടെ പേരുകൾ വാസിലെഴുതി ആ ചാരത്തിൽ വെച്ചു മൂടി ആരും അറിയാതെ അവരുടെ വീടിൻ്റെ എറുമ്പിൽ ചെരുകി വയ്ക്കണം. ധൂം ധൂം ചീ ചീ ഓം നശി നശി ധൂമാവതി മന്ത്രം. ഈ തകടിനെ താണ്ടിയാൽ സതിയും പതിയും ഇരുവരും പിരിഞ്ഞു പോകും. വിഷം തിന്ന് മരിച്ചവൻ്റെ ചുടലിൽ നിന്ന് കത്തുന്ന കൊള്ളിയെടുത്ത് അതിനോട് ഐങ്കോലം ചേർത്ത് അരച്ച് ശത്രുവിൻ്റെ തല വീങ്ങിയ പോലെ എഴുതി വെച്ച് ആകാശമാടൻ അന്തരമാടൻ ചുടലായി മാടൻ മൂവരെയും ധ്യാനിച്ച് താഴെ പറയുന്ന മൂലമന്ത്രത്തെ 1,08 ഊരി ജപിക്കണം. പിന്നീട് ഒരു ചതുരകാരിയ തകിടിൽ 2ാമത്തെ മന്ത്രം എഴുതി അതിന് പൂജ ചെയ്ത് ബലി കൊടുത്ത് മന്ത്രം ജപിച്ച് ശത്രുവിൻ്റെ പേര് ആ തകിടിൽ എഴുതി ഐങ്കോലം പുരട്ടി മാടനെ ധ്യാനിച്ച് ഉൻ വശമാക്കിക്കൊണ്ട് ഓ ആകാശമാട ഉന്തക്കൽ എന്ന് ചൊല്ലി കല്ലിനെ തകിടിന്മീതെ വെച്ചാൽ അത് 1000 പേർ സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെ കണ്ണിൽ പെടുകയില്ല. അവർ കല്ലും മണ്ണും കുപ്പയും വാരി വാരി വീറും. കൂടാതെ പറയാൻ പറ്റാത്ത വിധമുള്ള കാര്യങ്ങളും ചെയ്യും. ശത്രു എവിടെ ചെന്നാലും അവിടെ ഓരോരോ ഹിംസകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിമിഷം പോലും അവന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ അവൻ കഷ്ടപ്പെടും. ശത്രു അടുത്തു വന്ന് വണങ്ങി നീ ചോദിച്ച കാര്യം എന്തായാലും തരാമെന്ന് പറഞ്ഞ് കുമ്പിടും. അപ്പോൾ അതിന് നിവൃത്തി ചെയ്യണം. മൂലമന്ത്രം. ഓം നമോ ഭഗവതേ നമഃ സ്വാഹ. നിവൃത്തി. മുമ്പ് എഴുതിയ ചക്രത്തെ എടുത്ത് ഒഴുകുന്ന ജലത്തിലിടണം. മാടന് വെച്ച കല്ലെടുത്ത് മാടന് മനസ്സിന് പ്രസാദമാകാൻ നിവേദ്യങ്ങളെല്ലാം വെച്ച് പൂജ ചെയ്യണം. പൂജ ചെയ്താൽ നിവൃത്തിയാവും. 44. ഉഗ്ര ഗണപതി മൂലമന്ത്രം. കിഴക്കുമുണ്ടായി പുലിത്തോലിലിരുന്ന് 8 മണി സമയം ഓം റീം നശി ഉഗ്രഗണപതി എന്ന ദിവസം 1008 ലക്ഷം ജപിക്കണം. എന്നാൽ പിശാച്, കാട്ടേരി, മുനി, പില്ലി, ശൂന്യം സകല പുണ്യങ്ങളും ബാധകളും ആവിചാരമൂർത്തികളും തീരും. ശത്രു അയച്ച ബാധകളും പേര് വിചാരിച്ച് ജപിച്ചാൽ അവയെല്ലാം ഒഴിയും. 45. മൂലഗണപതി ഉച്ചാരണ മന്ത്രം. വടക്കുമുഖമായി വാൻതോലിലിരുന്ന് മുളകുമണിയാൽ ഓം റീം അം മൂലഗണപതി എന്ന ദിവസം 1008 വീതം 1,00,000 തവണ ജപിക്കുക. മന്ത്രം സിദ്ധിയാകും. പിണിയാളുകൾക്ക് വിഭൂതി മന്ത്രിച്ചെറിയുക, എല്ലാം ഓടും. ജ്വരം, ദോഷം, വീക്കം എല്ലാം മാറും. പുതിയ നല്ല അനുഭവം ഉണ്ടാകും. 46. നീലകണ്ഠ അഷ്ടമന്ത്രം.
ഫ്രോം ക്രീം ടം ഷിം എന്നീ 4 നീലകണ്ഠ മന്ത്രമാകും. ഇവയിൽ ആദ്യത്തെ 3 നീലകണ്ഠ മാലാമന്ത്രമെന്നും അവസാനത്തെ മൂലമന്ത്രമെന്നും പറയുന്നു. കുളിച്ച് പട്ടുവസ്ത്രമെടുത്ത് ധാരാളമായി ഭസ്മം ധരിച്ച് പൂശി ഈ മന്ത്രത്തെ കൊണ്ട് തന്നെ കരന്യാസം അങ്കന്യാസം എല്ലാം ചെയ്തു ഓം ആത്മതത്വം തൂല ശരീരയാമി സ്വഹ ക്രീം സൂക്ഷ്മം ശരീരയാമി സ്വഹ എന്ന് ധ്യാനിച്ച് ശതാപതി അക്ഷരമായ 4-ാം പാദത്തിൽ നോട്ടം വെച്ച് നിത്യകർമാനുഷ്ഠാനം അവസാനിപ്പിക്കും. നമഃ ശിവായ.